ഓക്കെ, വേറെ കേൾക്കാൻ പ്രശ്നമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? മുസമ്മിൽ ആണ് പറഞ്ഞത് ഇപ്പം. കണക്റ്റിംഗ് ടു ഓഡിയോ. അദ്ദേഹം ഓഡിയോ കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് ഓൾ. നല്ലൊരു ദിവസം, നല്ലൊരു സമയം. ഏതായാലും ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തതിൽ പിന്നെ വളരെ സന്തോഷം. ശരിക്കും പിന്നെ ഞാൻ ഒന്ന് രണ്ട് ടീമില് നെറ്റ് കോച്ചിങ് ക്ലാസ്സുകൾ കാര്യമായിട്ട് ഇപ്പം ലാസ്റ്റ് 6 മന്ത്സിൽ എടുത്തത് ജനറൽ പേപ്പർ അല്ല, എഡ്യൂക്കേഷൻ. എനിക്ക് ജാർഫ് കിട്ടിയ പേപ്പറിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്ന അതിൽ ഒരു ബാച്ച്, ഒരു ടീമിന്റെ ക്ലാസ് നടക്കാറുള്ളത് പുലർച്ചെ 5 മണി ടു 6:30 ശരിക്കും അവരുടെ ക്ലാസ്, എഡ്യൂക്കേഷനിലെ നെറ്റ് കോച്ചിങ്ങിന്റെ ക്ലാസ് നടക്കുന്ന ടൈം 5 ടു 6:30. അപ്പൊ ഞാൻ പിന്നെ എന്റെ നിസ്കാരത്തിന്റെ ഒരു ടൈമും കൂടി നോക്കിയിട്ടാണ് എന്റെ ക്ലാസ് സെറ്റ് ചെയ്യുക. ആ നിസ്കാരം കഴിഞ്ഞ ശേഷം മുതലുള്ള 1.5 മണിക്കൂർ. ഞാൻ പറഞ്ഞത് ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന രീതികളെ കുറിച്ച് ഒന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. Then, okay, admit all. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും സീരിയസ് ആയിട്ട് ആൾക്കാർ ഇതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി ഓൺ ദ വേ, നിങ്ങൾ ഓൾറെഡി ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ വേയിലേക്ക് കടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. എനിക്ക് ഇനീഷ്യലി ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി ഏതാണ്, ഏത് ഡിഗ്രിയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ വളരെ ഉപകാരം. അതേപോലെ രണ്ടാമത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പം PG കംപ്ലീറ്റഡ് ആണോ, നിങ്ങളുടെ PG സ്റ്റാറ്റസ്, നിങ്ങളുടെ PG സ്റ്റാറ്റസ് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. മുസമ്മിൽ ഇപ്പോഴും ഓഡിയോ ശരിയായിട്ടില്ലേ? എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ വോയിസ്? ബാക്കിയുള്ളവരൊന്ന് അബൂ താഹിർ ഓഡിയോ മ്യൂട്ട് വരും. ക്ലിയർ ആണ് സർ. ആ ഓഡിയോ ക്ലിയർ ആണ്. വോയിസ് ഓക്കെ 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 ഓക്കെ. അബൂ താഹിറിന്റെ ഓക്കെ ഓക്കെ. ബിദിലാജ് ഡിഗ്രി ആണ്. ഓക്കെ ഓക്കെ. PG അറബിക് ആണ് അല്ലേ? എല്ലാവരും PG അറബിക് ആണെന്ന് കരുതുന്നു. BA ഇംഗ്ലീഷ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. BA ഇംഗ്ലീഷ്. ഓക്കെ, ഞാനത് ചോദിക്കുന്ന BA ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പോസിറ്റീവ് കൂടിയുണ്ട്. BA ഇംഗ്ലീഷ് PG അറബിക് ഫസ്റ്റ് ഇയർ, ഇംഗ്ലീഷ് UG PG സെക്കൻഡ് ഇയർ എക്സാം കംപ്ലീറ്റഡ്. മിർഷാദ് സെക്കൻഡ് ഇയർ എക്സാം കംപ്ലീറ്റഡ് അല്ലേ? ഓക്കെ. ഇതില് നെറ്റ് എക്സാം ഇതുവരെ അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്നും പറയാം. നെറ്റ് എക്സാം ഇതുവരെ അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ പറയാം. നെറ്റ് എക്സാം ഇതുവരെ അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ട് പറയാം. മിർഷാദ് ജൂൺ അറ്റൻഡ് ലാസ്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അത് ക്യാൻസൽ ചെയ്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ക്യാൻസലും ചെയ്തു. ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു മിർഷാദ് അറ്റൻഡ് ചെയ്തത്? ഫസ്റ്റ് ഷിഫ്റ്റ്. ഫസ്റ്റ് ഷിഫ്റ്റ് ശരിക്കും ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾ UG ഏതാ ചോദിച്ചത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ അതില് രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. UG നിങ്ങൾക്ക് അറബി തന്നെയാണ് ഒരാൾ UG എങ്കിൽ, അല്ലെങ്കിൽ സെയിം സബ്ജക്റ്റ് ഏതിലാണോ നെറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അതേ സബ്ജക്റ്റിൽ തന്നെയാണ് UG എങ്കിൽ അവർക്ക് ആ കോണ്ടന്റ് നോളജ് അത്യാവശ്യം ഉണ്ടാവും. അത് അവർക്ക് പോസിറ്റീവായിട്ട് വരും. അവരുടെ കോണ്ടന്റ് നോളജ് അവർക്ക് പോസിറ്റീവായിട്ട് വരും. അതേ സമയത്ത് അവർ ഇനി ഒരാൾ BA ഇംഗ്ലീഷ് ആണെങ്കിൽ അവർക്കുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് അതിന്റെ മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ ഈ കോംപ്രഹെൻഷൻ 10 മാർക്ക് വെറും കോംപ്രഹെൻഷൻ മാത്രമാണ്.
5 ക്വസ്റ്റ്യൻസ്. അത് അപ്പൊ അത് സിമ്പിളായിട്ട് ആ 10 മാർക്ക് ഒരു ലാംഗ്വേജ് കുറച്ച് ഒരു കോംപ്രഹെൻഷൻ സ്കില്ലുള്ള ഒരാൾക്കും, അതേപോലെ മറ്റ് ചോദ്യങ്ങളും ആ ഒരു ലാംഗ്വേജിന്റെ പ്രശ്നം ഓവർകം ചെയ്യാൻ ബിഎ ഇംഗ്ലീഷ് കൊണ്ട് സാധ്യമാവും. അപ്പൊ രണ്ടും പോസിറ്റീവാണ്. നിങ്ങൾ ചെയ്ത യുജി അറബി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും രണ്ടും പോസിറ്റീവാണ് എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതില് നെറ്റ് ഫസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അറ്റംപ്റ്റ് ചെയ്തവർക്ക് അതിന്റെ ഒരു സ്ട്രക്ചറും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. അതേസമയം ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നവർക്ക് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്ലാസ് നിങ്ങൾ കിട്ടിയെന്ന് എനിക്ക് ധാരണയില്ല. നിങ്ങളെ അതേപോലെ തന്നെ ഇന്ന് ശരിക്കും ഒരു ടോപ്പിക് ഞാൻ അങ്ങനെ ഒരു ടോപ്പിക് നിശ്ചയിച്ചിട്ടില്ല. നോക്കിയിട്ട് ചെയ്യാന്ന് കരുതുന്നു. അപ്പൊ ഏതായാലും നെറ്റ് എക്സാം എന്ന് പറയുന്ന സംഭവത്തിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അതായത് നെറ്റ് ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഒരു എക്സാം. ഫസ്റ്റ് കുറച്ച് മുമ്പൊക്കെ, അല്ലെങ്കിൽ ഈ തവണത്തതിന്റെ മുമ്പ്, തവണത്തെ വളരെ വിവാദമായി കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ മുമ്പ് നെറ്റ് എക്സാം കൊണ്ട് രണ്ട് കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ബിലോ 35 ഏജ് ഉള്ളവർക്ക് ജെആർഎഫ് ഏറ്റവും ഹയർ ലെവലിൽ വരുന്നവർ ജെആർഎഫ് ക്വാളിഫൈ ചെയ്യും. അവർക്ക് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റികളിലും PhD ജോയിൻ ചെയ്താൽ നല്ല ഫെലോഷിപ്പ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. നല്ല എമൗണ്ട് ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇനി അതിന്റെ താഴെ കട്ട് ഓഫ് വരുന്നവർക്ക് നെറ്റ് ക്വാളിഫിക്കേഷൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, നെറ്റിന്റെ ഒരു സാധനം ലെക്ചർഷിപ്പ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏത് അംഗീകൃതമുള്ള യൂണിവേഴ്സിറ്റിയിലും ആ സബ്ജക്റ്റിൽ അയാൾക്ക് കോളേജ് ലെക്ചർ ആവാൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ കൂടിയാണ് PG പ്ലസ് നെറ്റ് എന്നുള്ളത്. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ അയാൾക്ക് കിട്ടുന്ന ഒരു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ പുതിയ മൂന്നാമത്തെ ഒരു കാര്യം കൂടി അതിനോട് ആഡ് ചെയ്തു. അത് PhD എൻട്രൻസ് കൂടിയായിട്ട് മാറ്റി. അപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പിൽ വരുമ്പം JRF ആണ് കിട്ടുക. രണ്ടാമത്തെ മാർക്ക് റേഞ്ചിൽ വരുമ്പം നെറ്റ് കിട്ടും. മൂന്നാമത്തെ മാർക്ക് റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് PhDയുടെ ഒരു നമ്മുടെ ആ മാർക്ക് PhD എൻട്രൻസിന്റെ ഒരു പകരമായിട്ട് പല യൂണിവേഴ്സിറ്റികളും നമുക്കറിയാം PhD എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിന് പകരം ഈ നെറ്റിൽ നമുക്ക് കിട്ടിയ മാർക്ക് നമുക്ക് മാർക്ക് പരിഗണിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് JRF വരാൻ ലക്ഷ്യം വെച്ച് പഠിച്ചാൽ എന്തായാലും PhD അഡ്മിഷനുള്ള ഒരു മാർക്കെങ്കിലും അയാൾക്ക് കിട്ടും. അപ്പം അത്രയും, അതായത് നഷ്ടമല്ലാത്തൊരു പ്രോസസ്സാണ്. ഇന്ന് കുറച്ചുകൂടി ഭാഗ്യമുള്ള അല്ല, എന്താ പറയാ, നമുക്ക് ഏതെങ്കിലും ഒന്ന് എന്തായാലും കിട്ടും എന്നുള്ള രീതിയിലാണ് നിലവിലുള്ള കാര്യങ്ങൾ. അതിന്റെ ഈ ഒരു കാര്യം കൂടി അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ഒരു ശരിക്കും JRF എന്ന ലക്ഷ്യം വെച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അതില് ഏറ്റവും പ്രധാനം, നമുക്ക് ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് കൂടി പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് താല്പര്യമുള്ള ഒരു സബ്ജക്റ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജനറൽ പേപ്പർ നന്നായിട്ട് നമ്മൾ രണ്ട് പേപ്പർ നമ്മൾ പ്രിപ്പറേഷൻ, ഇതൊരു എല്ലാ കാര്യങ്ങളും നല്ലൊരു എക്സ്ട്രീം സാധനമായിട്ട് വരിക. അപ്പൊ ഞാൻ ശരിക്കും നിങ്ങളെ പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതാണ്. പക്ഷെ അന്ന് ഇത് അത്ര പോപ്പുലർ അല്ല ഈ കാര്യത്തെ കുറിച്ച്. അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ B.Ed ചെയ്തു. അതിനുശേഷം M.Ed, രണ്ടും ഒരു വർഷമായിരുന്നു. ഇപ്പൊ 2 ഇയർ ആണ്. ഒരു വർഷത്തെ ലാസ്റ്റത്തെ B.Edഉം ലാസ്റ്റത്തെ M.Edഉം ആണ് ഞാൻ ചെയ്തത്. അപ്പൊ M.Ed ചെയ്യാനുള്ള കാരണം തന്നെ എനിക്ക് B.Ed ചെയ്യുമ്പോൾ തോന്നി അതിന്റെ ടോപ്പിക്കൊക്കെ ഇതൊക്കെ എന്റെ അകത്ത് വരുന്ന എനിക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ച് അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പോലെ ഫീൽ ചെയ്തു. കുറെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് M.Edന് ജോയിൻ ചെയ്യുന്നത് തന്നെ ഞാൻ അതിൽ എഡ്യൂക്കേഷനിൽ JRF വേണം എന്നുള്ള ആഗ്രഹത്തിലാണ്. വളരെ അപൂർവമായിട്ട് ചില ആൾക്കാരോടെ അത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോ സ്വാഭാവികമായിട്ടും M.Ed പാസ്സാവുക എന്നുള്ളത് എന്റെ എയിമേ ആയിരുന്നില്ല, എന്റെ ലക്ഷ്യമായിരുന്നില്ല. കാരണം അതെന്തായാലും പാസ്സാവും. അപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു വർഷത്തെ കോഴ്സിന് 2 മാസം ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അതിന്റെ മെറ്റീരിയൽ അല്ല വാങ്ങുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നത് അതിന്റെ ആ സബ്ജക്റ്റിലുള്ള നെറ്റിന്റെ ഒരു ഗൈഡാണ് ഞാൻ വാങ്ങുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ്ഡ് ഒക്കെ ഉള്ള ഒരു ഗൈഡും ജനറൽ പേപ്പറിന്റെ ഗൈഡും വാങ്ങി. ഈ 2 ഗൈഡുമായിട്ടാണ് ഞാൻ M.Edന് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ PG ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മളെടുത്ത് നെറ്റിന്റെ മെറ്റീരിയൽ വേണം. നെറ്റിന്റെ മെറ്റീരിയൽ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്. അപ്പൊ നമ്മൾ PGക്ക് എന്ത് പഠിക്കുന്നോ
അങ്ങനെ ഏത് വിഷയം പിജിക്ക് എന്ത് പഠിക്കുകയാണെങ്കിലും നമ്മളത് പഠിക്കുമ്പം നമ്മുടെ ഇപ്പം നിങ്ങൾ പിജി അറബി പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി നെറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലൂടെ കടന്നുപോയ ആൾക്കാരാണെങ്കിൽ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ നെറ്റിന് ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വരാം എന്നുള്ള പിന്നെ ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആ ഏരിയകൾ പ്രത്യേകം നോട്ട് ചെയ്യാനും അങ്ങനെയുള്ള പോയിന്റുകൾ പ്രത്യേകം ഇപ്പൊ ഉദാഹരണത്തിന് സാധാരണ ഉണ്ടാവുന്നത് ക്രൊണോളജിക്കൽ ഓർഡർ ഒക്കെ ചോദിക്കും എഴുത്തുകാരുടെ. അറബി സബ്ജക്ട് പേപ്പറിൽ എനിക്ക് പരിചയമില്ല. പൊതുവെ ഫസ്റ്റ് പേപ്പറിലാണെങ്കിൽ ചോദിക്കുന്നതാണ്. ഇനിയിപ്പം ഇപ്പൊ ലാസ്റ്റ് ഞാൻ പിന്നെ ഇപ്രാവശ്യം ഞാൻ കുറെ കാലത്തിന് ശേഷം നെറ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്തിരുന്നു. സോഷ്യോളജിയാണ് ചെയ്തത്. പുതിയൊരു സബ്ജക്ട് വെറുതെ ചെയ്തതാണ്. അപ്പൊ അതിൽ സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഷിഫ്റ്റിനേക്കാൾ സെക്കൻഡ് ഷിഫ്റ്റ് എക്സാം കുറച്ച് ജനറൽ പേപ്പർ കുറച്ച് ടഫ് എന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷെ അത്ര വലിയ സംഭവം ഒന്നും ആയിരുന്നില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞു സാധാരണ ഒരു 25 എബവ് പിന്നെ ഒരു 50 മാർക്ക് കിട്ടുന്ന സ്ഥാനത്ത് 30 പ്ലസ് കിട്ടുന്ന ആൾക്ക് 25 പ്ലസേ കിട്ടും. അതായത് റൈറ്റ് ആൻസർ അത്ര ആ രീതിയിൽ കുറച്ച് ടഫാണ് സെക്കൻഡ് ഷിഫ്റ്റ് എന്നാ പറഞ്ഞത്. പക്ഷെ എന്നാലും എനിക്ക് അതിൽ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ഒരു പിന്നെ ഇയർ വൈസുള്ള ഓർഡർ എഴുതാൻ ഒരു 5, 6, 4 യൂണിവേഴ്സിറ്റി കൊടുത്തിട്ട് ഇതിൽ ആദ്യം ഏത് യൂണിവേഴ്സിറ്റിയാണ് വരുന്നത് എന്നുള്ളത്. അപ്പം ആ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പം അപ്പൊ ഇയർ നോട്ട് ചെയ്യാൻ തോന്നും. അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് ഇമ്പോർട്ടന്റ് റൈറ്റിംഗ്സ് നോട്ട് ചെയ്യാൻ തോന്നും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാല് നമ്മൾ പിന്നെ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുമ്പോഴാണ്. അപ്പൊ ഏറ്റവും പ്രധാനം എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുക എന്നുള്ളത്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും പരിചയപ്പെടുക. ഈ പ്രാവശ്യത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വീണ്ടും ഓഫ്ലൈൻ ആയിട്ട് വന്നപ്പോ എക്സാം ക്യാൻസൽ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അത് നമ്മുടെ മാറ്റർ അല്ല. അടുത്ത നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാള് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറ്റൻഡ് ചെയ്ത ആള് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരിക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് സോൾവ് ചെയ്യുക. ആൻസർ കീ അവൈലബിൾ ആവും. ആൻസർ കീ അവൈലബിൾ ഈ ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ ഈ ഇപ്രാവശ്യത്തെ വേറൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ഫസ്റ്റ് പേപ്പറിന് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെക്കൻഡ് പേപ്പറിന് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഒറ്റ ബുക്ക്ലെറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് കൊണ്ടു നടക്കാനും അതൊക്കെ എളുപ്പമാണ്. ഒറ്റൊരു ബുക്ക്ലെറ്റുമായിട്ട് വന്നാൽ മതി. അപ്പോ പിന്നെ മാത്രമല്ല പക്ഷെ ചെറിയൊരു ഒരു പ്രശ്നം അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഹിന്ദിയും ഇംഗ്ലീഷും മിക്സ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചൊരു നമുക്കൊരു ഇറിറ്റേറ്റിംഗ് സാധനമായിട്ട് മാറുന്നുണ്ട്. ദെൻ ഓക്കെ നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ സൗണ്ട് വരുന്നത് കൊണ്ടാണ്. ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിലുണ്ട് ഒരാളുടെ കയ്യിലുണ്ട് അതൊന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് കടന്നു പോയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ടാക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ആ അർത്ഥത്തിൽ നമ്മൾ പിന്നെ നമ്മളടുത്ത് മെറ്റീരിയൽസ് അവൈലബിൾ ആവണം. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അത് പിന്നെ ഓൺലൈൻ ആവാം. നിങ്ങൾ എവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവരായതുകൊണ്ട് ഒരു നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഗൈഡുകൾ അവൈലബിൾ ഉള്ള ഒന്നോ രണ്ടോ ഗൈഡ് വാങ്ങി വെക്കാം. ലൈബ്രറിയിലേക്ക് വാങ്ങി വെക്കുമ്പോൾ പിന്നെ ആ എക്സ്പെൻസ് നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അറബിക്കിന്റെ തന്നെ നിങ്ങൾ ഏത് പിജി സബ്ജക്റ്റ് ആണോ ചെയ്യുന്നത് അതിന്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആവും. അത് പിന്നെ അതും കോൺടാക്ട് ചെയ്തിട്ട് അതും ലൈബ്രറിയിലേക്ക് ഇതുവരെ എത്തിച്ചിട്ടില്ലെങ്കിൽ എത്തിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഉദാഹരണത്തിന് ജനറൽ പേപ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും സിലബസിൽ 10 ഏരിയാസ് ആണ് ഉള്ളത്. 10 ഏരിയാസിൽ നിന്ന് നമുക്ക് ചോദ്യം വരുന്നത് 50 ചോദ്യങ്ങളാണ്. ആൻസർ അതിന് മാർക്ക് വരുന്നത് 100 മാർക്കാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നാലും 100 മാർക്കാണ്. 50 ചോദ്യം 100 മാർക്ക്. അപ്പം ഇതില് പിന്നെ വലിയൊരു ഡിഫിക്കൽട്ട് ഉള്ള ഏരിയ ഒന്നുമില്ല. ഉദാഹരണത്തിന് ഒന്ന് അതിന്റെ അതിൽ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. നമുക്കൊരു ടാബിളിൽ കുറച്ച് ഡാറ്റ തരും. ആ ഡാറ്റ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു പെർസെന്റേജ് ലെവലിലുള്ള സാധനങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത്. വേറെ ഒന്ന് കോംപ്രഹെൻഷൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? അത് ഹിന്ദിയിലും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രശ്നമാണ്. ദേശീയ ഭാഷ നമുക്ക് നമ്മുടെ
ഒന്നുമല്ല, അല്ല ദേശീയ ഭാഷ എന്ന് പദവി ഇല്ല എന്നാൽ പോലും. അപ്പോൾ ഹിന്ദിയിലുള്ള ഇംഗ്ലീഷിലോ കോംപ്രഹെൻഷൻ ഒരു പാരഗ്രാഫ് കൊടുക്കും, അതിന്റെ 10 മാർക്കിന് അത്. ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ 10 മാർക്കിനാണ്. 20 മാർക്ക് ഈ രണ്ട് സിമ്പിൾ സാധനം. ഇത് രണ്ടിനും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഒന്നുകൂടി നന്നാവും. പിന്നെ വേറെ വരുന്നത് ICTI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്മൾ പൊതുവെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 10 ഏരിയ ഉണ്ട്. 10 ഏരിയന്ന് 10 മാർക്ക് വെച്ച് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് ചിലപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. എന്നാലും ഈ രീതിയിലാണ് നമുക്ക് അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാ ഏരിയയും നമ്മൾ ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. 10 ഏരിയകളും നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുക, ചെറിയ രീതിയിലെങ്കിലും പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളത്. അപ്പൊ ഒന്ന് ഈ പറഞ്ഞ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അതിനകത്ത് വരുന്നതാണ്. ദെൻ കോംപ്രഹെൻഷൻ ഒരു ഏരിയ ആണ്. മറ്റൊരു ഏരിയ ആണ് റിസർച്ച് എന്നുള്ളത്. റിസർച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് റിസർച്ച് എന്നുള്ളത്. ചിലപ്പോൾ 5-ൽ കൂടുതൽ ചോദ്യങ്ങൾ വരാവുന്ന സാധനം. പിന്നെ ICT എന്നുള്ളത് വേറൊരു ഏരിയ ആണ്. ദെൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് വേറൊരു ഏരിയ ആണ് 5. ദെൻ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ICT ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് വേറൊരു ഏരിയ ആണ്. അതേപോലെ പീപ്പിൾ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് ഒരു ഏരിയ ആണ്. ഇങ്ങനെ നമ്മുടെ 10 ഏരിയാസ് ആയിട്ടാണ് ഈ ഫസ്റ്റ് പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ സ്ലൈഡ് ചെയ്തിരുന്നു, അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ അതില് പിന്നെ അതേപോലെ തന്നെ ലോജിക് ആൻഡ് റീസണിങ്. ലോജിക് ആൻഡ് റീസണിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു എക്സാമിന് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, മിസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് ഷെയറിംഗ് വാട്സപ്പ്. മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, വാട്സപ്പ് ഷെയർ ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് എന്റെ ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ 20-ാമത്തെ ചോദ്യം പിന്നെ ഒന്ന് നോക്കുക. 20-ാമത്തെ ചോദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരികയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 20-ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. ജസ്റ്റ് 20-ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മാച്ച് ലിസ്റ്റ് അല്ലെ, ഒന്ന് മാച്ച് ചെയ്യുക. ഇത് നമ്മൾ ഇതില് പിന്നെ നെറ്റിന്റെ എക്സാമിന് പലപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പം പിന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യം ഷുവർ ആയിട്ടുണ്ടാവും. 2 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്, ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ഇത് മാച്ച് ലിസ്റ്റ് ഒന്നാമത്തേതിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. രണ്ടാമത്തേതിൽ കുറച്ച് അതിന്റെ പിന്നെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, കോഡുകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. മാച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അതിന്റെ ആൻസേഴ്സ് ഇതിന്ന് ഓപ്ഷൻസ് എടുക്കുക. ഈ ഓപ്ഷനിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ഇത് ആരെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ആരെങ്കിലും ഇത്തരം പിന്നെ കോഡിങ് ചെയ്തിട്ടുണ്ടോ? കോഡിങ് ഡീകോഡിങ് അല്ലെങ്കിൽ പരിചയമുണ്ടോ? ഒരു ക്ലാസ് ഐഫറിന്റെ ഒരു ക്ലാസ് കേട്ടിരുന്നു, മാരത്തോൺ ക്യാമ്പ് ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ഇപ്രാവശ്യം എക്സാം എഴുതാൻ പോയാളല്ലേ? അതെ അതെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഐഫറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആണ്. ഐഫറിന്റെ പിന്നെ അത്യാവശ്യം നല്ല പേയ്മെന്റും അവർ വാങ്ങുന്നുണ്ട്. ഞാൻ ഐഫറിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി ആയിട്ട് അവർക്ക് ക്ലാസ് അതിന് കീഴിൽ ക്ലാസ് എടുക്കാറുണ്ട്. ഓക്കെ, ഏതായാലും പിന്നെ അത് ജസ്റ്റ് ഒന്ന് സോൾവ് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് അല്ല നിങ്ങളിത് ഇത് ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലല്ലോ അല്ലെ? ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ വേറെ ടൈപ്പ് വന്നിരുന്നോ? അല്ല, ഈ ക്വസ്റ്റ്യൻ അത് കാണുന്നില്ലല്ലോ മാഷ. വാട്സപ്പ് മാത്രം ഓപ്പൺ ആയിട്ടാ കാണുന്നത്. വാട്സപ്പ് മാത്രമേ കാണുന്നുള്ളൂ? അതെ അതെ. PDF ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഞാന് ആദ്യം ഓപ്പൺ ചെയ്തിരുന്നില്ല. ആദ്യം ഓപ്പൺ ചെയ്ത് വെക്കണമായിരുന്നു. ഓക്കെ, ഞാൻ കരുതി ഞാൻ ഇത് കാണുന്നുണ്ട് എന്നാ കരുതിയത്. ഓക്കെ, PDF ഓപ്പൺ ആയിട്ടില്ല അല്ലേ?
എൻ്റെ ഇല്ല. ഓപ്പൺ ആയിട്ട്. ഓക്കെ ഓക്കെ, എൻ്റെ ഓപ്പൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കരുതി നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ലല്ലോ. ഇപ്പോഴും ഓപ്പൺ ഇല്ല. ആയിട്ടില്ല. ഇല്ല അല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു പ്രശ്നം. ഓക്കെ, നോക്കട്ടെ. ഇംഗ്ലീഷ് ലെറ്റേഴ്സിനെ കോഡ് ചെയ്യാനുള്ള ആ സംഭവം ക്വസ്റ്റ്യൻ ആ ആണ്. അതെ അതെ, അതിന് എന്തെങ്കിലും മെത്തേഡ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ ജനറൽ പേപ്പർ എടുത്തിട്ടില്ല, അത് അതുകൊണ്ട്. ഓക്കെ അത് എന്താ ലിസ്റ്റ് 1-ലുള്ള ലിസ്റ്റ് 2-ലുള്ളത് നോക്കിയിട്ട് അതുമായിട്ടുള്ള ഒരു ബന്ധം നോക്കണം. ഓക്കെ ഓക്കെ അപ്പൊ അപ്പൊ ചിലപ്പം അതുമായിട്ടുള്ള ബന്ധം ഒരു ലെറ്റർ കഴിഞ്ഞ് രണ്ടെണ്ണം കഴിഞ്ഞതിന് ശേഷമുള്ള ലെറ്റർ ആയിരിക്കും അടുത്തതിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ചെറിയ ഒരു ഇത് പറഞ്ഞു. അപ്പൊ അത് ഈ പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ. അയ്യോ, എന്താ സംഭവിച്ചേ? ഹലോ. ഓക്കെ ഓക്കെ, പറഞ്ഞോ. ഈ പ്രാവശ്യം അപ്പൊ അത് അപ്ലൈ ചെയ്യാൻ പറ്റി. ഈ പ്രാവശ്യം എക്സാമിന് അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. ആ അത് ചെയ്തു. അപ്പൊ അത് നല്ല രൂപത്തിൽ ചെയ്തു. PDF ഓപ്പൺ ആയി. ഓപ്പൺ ആയി അല്ലേ. ഓപ്പൺ ആയി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ. പക്ഷെ അന്നേരം എൻ്റെ ഇവിടെ. ഓക്കെ, ഇവിടെ ഇപ്പം എൻ്റെ ഇവിടെ സ്ക്രീനിൽ ചെറുതായിട്ട് എന്തോ സംഭവിച്ചോ. ഓക്കെ, നിങ്ങളത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ കാണുന്നുണ്ട്. ഓക്കെ, അതില് 20-ാമത്തെ ചോദ്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 20-ാമത്തെ കണ്ടില്ലേ ചോദ്യം? 20-ാമത്തെ അല്ലേ. ബോൾട്ട് റിങ് സോൾഡ് ഫ്രം. കണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇതില് പിന്നെ ഇത് ചെയ്യാൻ നമ്മൾ പറയുന്ന ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മള് പിന്നെ ഇജോട്ടി മെത്തേഡ് എന്ന് പറയാം. ഇജോട്ടി മെത്തേഡ്. ഇജോട്ടി ഇത് 5 ലെറ്റേഴ്സ് ആണ് ഇംഗ്ലീഷിലുള്ള അല്ലേ, നമുക്കറിയാം. ഇജോട്ടി വായി, ഈ ഇജോട്ടി മെത്തേഡ് എന്നാ ഇതിന് പറയാം. ഇജോട്ടി മെത്തേഡ് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കൊക്കെ അറിയോ? ഇജോട്ടി മെത്തേഡ് എന്ന് പറയും. ഇജോട്ടി ആരും കേട്ടിട്ടുണ്ടോ? സിമ്പിളാണ്, നമ്മൾ ഒന്നും വലിയ സംഭവം എന്നല്ല. ഇജോട്ടി ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് എഴുതുക. ഇംഗ്ലീഷിൽ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ മിക്കവാറും 90% 95% ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമ്മൾ ചെയ്യേണ്ട സാധനം നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതുക എന്നുള്ളതാണ്. നമ്മളെ വർക്ക് സ്പേസ് ഉണ്ടാവും. ലാസ്റ്റത്തെ 2 പേജ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനും പറ്റും. അവിടെ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഴുതുമ്പോൾ എഴുതുന്ന രീതി എന്ന് പറഞ്ഞാൽ ABCD. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. ഫസ്റ്റ് ഇത്രയാ. ഓരോ ലൈനിൽ 5 ലെറ്റേഴ്സ് ആണ് ഉണ്ടാവേണ്ടത്. ഓരോ ലൈനിലും 5 ലെറ്റേഴ്സ് ആണ് എന്തിലുണ്ടാവേണ്ടത്? ഈ ഒരു പിന്നെ നമ്മൾ എഴുതുമ്പോൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഫസ്റ്റ് 5 ലെറ്റേഴ്സിൽ കാണുന്നത് ആ ലാസ്റ്റത്തെ അക്ഷരം ഇ ആയിരിക്കും. FGHIJ. ഇങ്ങനെയാണ് 5ന്റെ ഇങ്ങനെ ഒരു പിന്നെ നമുക്ക് 5 സെറ്റ് ആയിട്ട് എഴുതുമ്പോൾ അവസാനത്തെ ലെറ്റേഴ്സ് ആണ് EJOTY എന്നുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇ എന്നുള്ളത് 5ാമത്തെ ലെറ്റർ ആണ്. ജെ എന്നുള്ളത്
10ാമത്തെയാണ്. O എന്നുള്ളത് 15ാമത്തെ ലെറ്റർ ആണ്. T എന്നുള്ളത് 20ാമത്തെ ലെറ്റർ ആണ്. Y എന്നുള്ളത് 25ാമത്തെ ലെറ്റർ ആണ്. മൊത്തം 26 ആൽഫബറ്റ്സ് ആണല്ലോ ഉള്ളത്. അപ്പൊ അങ്ങനെ ആ ഓർഡറിലാണ് ഇവിടെ എഴുതി വെച്ചാൽ നമുക്ക് പിന്നെ ഇതിൽ നോക്കേണ്ടത് ശരിക്കും ഇത് ഓരോ ലെറ്ററിന്റെ പല രീതിയിൽ ഈ ലെറ്റേഴ്സിന്റെ നമ്പറാണ് ഇവർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് സിമ്പിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. B എന്നുള്ളത് 2ാമത്തെ ലെറ്റർ ആണല്ലോ. O എന്നുള്ളത് എത്രാമത്തെ ലെറ്റർ ആണ്? സിമ്പിൾ ആയിട്ട് പറയാം, 15ാമത്തെ ലെറ്റർ ആണ്. നമുക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കാം ഇവിടെ. L എന്നുള്ളത് എത്രാമത്തെ ലെറ്റർ ആണ് നോക്കിയാൽ മതി. എത്രാമത്തെയാ? HIJKL അല്ലെ? LMNO 12ാമത്തെ ലെറ്റർ അല്ലേ വരിക? HIJKL 12. ദെൻ T എന്നുള്ളത് എത്രാമത്തെ? 20ാമത്തെ. അത് ഇനി ഇത് 4 കൂടി കൂട്ടി നോക്കിയാൽ മതി. ഈ 5 കൂടി ഈ 4 ലെറ്ററിന്റെ വാല്യൂസും കൂടി. B 2 ആണ്. O 15 ആണ്. 15ഉം T 20 ആണ്. 35. L 12 ആണ്. 35ഉം 12ഉം 47. B 2 49. ഇതിൽ 49 ആണ് ഇതിന്റെ ഒരു വാല്യൂ എണ്ണായിട്ട് വരുന്നത്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇതിൽ ചോദിച്ചത്. അപ്പൊ ഇത് 49 ഇവിടെ ഉണ്ട്. അപ്പൊ B ഓപ്ഷൻ 3 ആയിരിക്കും. അപ്പൊ B ഓപ്ഷൻ 3 വരുന്നത് ഏതാ നോക്കുക നമ്മളെ ഓപ്ഷനിൽ. അപ്പൊ അത് നമ്മൾ തീരുമാനിക്കാനായിട്ടില്ല. തീരുമാനിക്കണമെങ്കിൽ അടുത്ത ഓപ്ഷൻ കൂടി നോക്കണം. അടുത്ത ഓപ്ഷനും കൂടി നോക്കുമ്പോഴാണ്, കാരണം ചിലപ്പോൾ ആ ഒരു പാറ്റേണിലല്ല ഇവര് എടുത്തതെങ്കിൽ. ഓക്കെ, B ഓപ്ഷൻ 3 ആയിട്ട് വരുന്ന ഏതാ നോക്കിയാൽ മതി. B ഓപ്ഷൻ 3 അല്ല, 49 നമ്മൾ പറഞ്ഞത്. A ഓപ്ഷൻ 3 ആയിട്ട് വരുന്നത്. A ഓപ്ഷൻ 3 ആയിട്ട് വരുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ, അത് 4ാമത്തെ ഓപ്ഷൻ ആണ്. 4ാമത്തെ ഓപ്ഷനിൽ മാത്രമേ A ഓപ്ഷൻ 3 ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ A3 ആണ് ബോൾട്ട് എന്നുള്ളത്. അതേപോലെ തന്നെ അടുത്തതും ചെയ്ത് നോക്കുക. ആ റിങ് ഒരു 2 എണ്ണം ചെയ്ത് നോക്കുമ്പോഴേക്ക് തന്നെ 2 ഓക്കെ ആയാൽ തന്നെ നമുക്ക് ഉറപ്പ് വരുത്താം അതാണ് ശരിയെന്ന് ഉറപ്പ് വരുത്താം. 4ഉം ചെയ്ത് നോക്കണം എന്നില്ല. സമയം ഉണ്ടെങ്കിൽ പിന്നെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ചിലതൊക്കെ 2 എണ്ണം ചെയ്യുമ്പോൾ തന്നെ ഫിക്സ് ആവും. ഇതിപ്പോ ആ രീതിയിലുള്ള ഒന്നാണ്. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ റിങ്ങിന്റെ R എത്രാമത്തെ ലെറ്റർ ആണ് നോക്കുക. R എത്രാമത്തെ നോക്കിയാൽ എത്രാമത്തെ വരിക? EJOT. T എവിടെയാ വരിക? അത് നമുക്ക് ഇപ്പൊ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ടാണ്. എഴുതി വെക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എത്രാമത്തെ ലെറ്റർ ആണ് എന്നുള്ളത് കേട്ടോ. RST അല്ലേ? T എന്നുള്ളത് 20 ആണ്. 18ാമത്തെ ലെറ്റർ ആണ് RST. 18ാമത്തെ ലെറ്റർ ആണ് R. I എന്നുള്ളത് എത്രാമത്തെ ലെറ്റർ ആണ്? HIJ. 9ാമത്തെയാ? ഓക്കെ, 9. 6ഉം 18 9. N എത്രാമത്തെ ലെറ്റർ ആണ്? 14. ജിയോ? 7. എല്ലാം കൂടി അത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു ടോട്ടൽ? 48 കിട്ടില്ലേ? കിട്ടിയില്ലേ 48? 48 കിട്ടും. അപ്പൊ B 48 വരുന്നത് 4ാമത്തെയാണ്. അപ്പൊ റിങ് വരുന്നത് B48. അപ്പം B4 വരുന്നത് ഓപ്ഷൻ ഉള്ളത് അതേ ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷനിൽ B4 ഉണ്ട്. അപ്പൊ ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അത് തന്നെയാണ് റൈറ്റ് ആൻസർ എന്നുള്ളത്. കൺഫേം ചെയ്യണമെങ്കിൽ അടുത്ത 2 നോക്കിയാൽ മതി. ഇത് പക്ഷെ ഒരു സിമ്പിൾ ഫോർമാറ്റ് ആണ്. നമുക്ക് ഇത് റിവേഴ്സ് ആയിട്ട് ചിലപ്പോൾ അവർ നമ്പർ കൊടുക്കാം. അതായത് B എന്നുള്ളത് ഇപ്പം 2 എന്നുള്ള വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്തത്. ഇനി അവർക്ക് ക്വസ്റ്റ്യൻ ഇതേപോലെ നമുക്കും ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടത്തുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ B എന്നുള്ളത് ഇവിടെ കൊടുത്ത വാല്യൂ എന്നുള്ളത് പിന്നെ 2 എന്നുള്ള വാല്യൂ തന്നെയാണ്. 2 സെയിം. ഇനി നേരെ വേണമെങ്കിൽ 25 എന്നുള്ള വാല്യൂ കൊടുക്കുക. അങ്ങനെ നേരെ റിവേഴ്സ് ആയിട്ട് എണ്ണീട്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മാച്ചിൽ എല്ലാത്തിനും അതേപോലെ ആയിരിക്കണം നമ്പർ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് Aക്ക് 2 കൊടുക്കാം, Bക്ക് 4 കൊടുക്കാം. കാരണം ഇത് ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് തീരുമാനിക്കാം ഏത് വാല്യൂ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ആ വാല്യൂ കൊടുക്കുന്നതിന് എല്ലാത്തിനും ഒരു സീക്വൻസ്, എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം. നമ്മൾ Aക്ക് 2 കൊടുക്കുകയാണെങ്കിൽ പിന്നെ എല്ലാ ലെറ്റേഴ്സും 2 2+2+2 പോകണം. അല്ലെങ്കിൽ 2+3 ഇപ്പം ഫസ്റ്റ് Aക്ക് 1 കൊടുത്തു, Bക്ക് ഒരു 4 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്തതിന് Cക്ക് 7 കൊടുക്കണം. അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് തീരുമാനിക്കാം എന്ത് പിന്നെ എന്താ പറയാ കോഡ്, ഏത് നമ്പേഴ്സ് ഡിഫറൻസ് വരണം എന്നൊക്കെ. പക്ഷെ അത്
ഒരു തുല്യമായിട്ട് അത് പോകണം. സാധാരണഗതിയിൽ ഇത് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേണാണ് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ മാത്രമേ നമുക്ക് ചില സമയത്ത് മാത്രം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് അതിന്റെ മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പൊതുവിൽ വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇജോട്ടി എന്നുള്ള ആ ഒരു മെത്തേഡ് ഒരു സിമ്പിൾ ആയിട്ട് അതിന്റെ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വെക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ, ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വേറൊരു സാധനം, നെറ്റ് എക്സാമിന് സംഭവിക്കുന്ന ഒരു സാധനമാണ്. ഞാനിപ്പം ഉദാഹരണത്തിന് പറയാം. നമ്മള് ഇത് കോംപ്രഹെൻഷൻ ആണ്. ഇപ്പൊ ഇതിൽ തന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നെയും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ചിലപ്പോൾ എക്സാമിന് ചില ക്വസ്റ്റ്യന് ഇതിപ്പോൾ മാച്ചിങ് സെറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തരും, 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വേഗം അതിൽ ക്ലിക്ക് ചെയ്യും. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ റാങ്കിങ്, അത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല. നമ്മൾ സ്കെയിലുകളുണ്ട്, വ്യത്യസ്ത സ്കെയിലുകൾ റിസർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റാറ്റിയിൽ യൂസ് ചെയ്യുന്ന നോമിനൽ, ഓർഡിനൽ ആൻഡ് അങ്ങനെ കുറെ സ്കെയിലുകളുണ്ട്. അപ്പൊ അതില് നമ്മൾ റാങ്ക് കാണിക്കാൻ വേണ്ടി, പൊസിഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് അതിൽ കണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓർഡിനൽ, നോമിനൽ അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ഓർഡിനൽ. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ തന്നെ പോയിട്ട് ആൻസർ ബബിൾ ചെയ്യും. അതിലെ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയായതുകൊണ്ട്. പക്ഷെ അവിടെ ക്വസ്റ്റ്യൻ അവിടെ തീർന്നുണ്ടാവുന്നില്ല. മൂന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും കൊടുത്തിട്ട് താഴെ ഇതേപോലെ എ ബി സി, എ ആൻഡ് ബി ആൻഡ് കറക്റ്റ്, ഈ സാധനം കൂടി ഉണ്ടാവും. അപ്പൊ ശരിക്കും ബാക്കിയുള്ള ചിലതിലും റൈറ്റ് ആൻസർ ഉണ്ടാവും, ബി ശരിയാവാം, അതേപോലെ തന്നെ അതിനുശേഷമുള്ള ചില ആൻസേഴ്സും ശരിയാവാം. അപ്പൊ നമ്മളെ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന്റെ ഒരു സാധനമാണ്. നമ്മൾ ചാടിക്കേറിയ ആൻസർ, ധൃതി നമുക്ക് ചിലപ്പോൾ അപകടം സൃഷ്ടിക്കും. അപ്പൊ ആ ധൃതി ഇല്ലാതിരിക്കേണ്ടി വരും. അപ്പം ഇതാണ് അതിന്റെ ഒരു നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം. അപ്പം നിങ്ങൾ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് പേപ്പർ അത് കളക്ട് ചെയ്ത്, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അല്ലെങ്കിൽ ഗൈഡുകളിൽ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പം വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം. ഇംഗ്ലീഷ് ഞാൻ നേരത്തെ പറഞ്ഞു, വെദർ യുവർ UG ഈസ് അറബിക് ഓർ ഇംഗ്ലീഷ്, ഏതായാലും നിങ്ങൾക്ക് ഉപകാരം കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കോംപ്രഹെൻഷൻസ് മാത്രമല്ല. ഇപ്പൊ ഇത് 21ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിന്റെ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ല സ്ക്രീന്? ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ ഒന്ന് സിമ്പിൾ ആയിട്ട്. വായിച്ചു നോക്കിയേ ഒന്ന്. ആരെങ്കിലും ഒരാൾ അതിന്റെ മീനിങ് പറയാൻ. 21ാമത്തെ ക്വസ്റ്റ്യന്റെ സെന്റൻസിന്റെ മീനിങ് ആരെങ്കിലും ഒരാളൊന്ന് പറയാം. ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മൾ കുറെ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര സംസാരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉപകാരമുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഹലോ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ആരെങ്കിലും ഒന്ന് 21ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ഒരു മീനിങ് പറയാൻ ശ്രമിച്ച്. നമുക്കറിയുന്ന വാക്കുകളെ അതിലുള്ളൂ. എ കൾച്ചർ വിച്ച് ഇസ് നോട്ട് ടച്ച്ഡ് ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആൽഫബറ്റിക് റൈറ്റിംഗ് ഇസ് നോൺ ആസ് കൾച്ചർ. അപ്പം ക്വസ്റ്റ്യന്റെ അർത്ഥം പറഞ്ഞാൽ മതി. ആൽഫബറ്റിക് ആയിട്ടുള്ള എഴുത്തുമായി ബന്ധമില്ലാത്ത കൾച്ചർ ഏതാണ്? കമ്മ്യൂണിക്കേഷൻ, അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പക്ഷെ എഴുത്തില്ല, എഴുത്ത് ഭാഷ അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള കൾച്ചർ ഏതാണെന്ന് അപ്പൊ ഇതിപ്പോ ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഇതില് ഞാനതില് ടിക്ക് ഇട്ടിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇത് ലിറ്ററസി എന്ന് പറഞ്ഞ സാക്ഷരതയാണ്, അതിൽ എഴുത്തറിയണം, ആ ഓപ്ഷൻ ആവില്ല. ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യലാണ്, അപ്പൊ അതിലും എന്താവില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ ടൈപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആൽഫബറ്റ്സുമായി റിലേറ്റഡ് ആണ്.